Assalamualaikum. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, alhamdulillahi rabbil alamin. Assalatu wassalamu ala rasulillah sallallahu alayhi wasallam. Nabiyina Muhammadin sallallahu alayhi wasallam wa ala alihi wa sahbihi ajma'in. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا رب زدنا علما نافعا അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളെല്ലാം അൽഹംദുലില്ലാഹ് ഭാഗ്യവാന്മാരാണ് അല്ലെ. അങ്ങേയറ്റം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയവരാണ് അല്ലെ. നമ്മളെ അള്ളാഹ് തിരഞ്ഞെടുത്തതാണ്. അൽഹംദുലില്ലാഹ് ഇങ്ങനൊരു സദസ്സിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹ് നമുക്ക് തന്നല്ലോ. അള്ളാഹു തആല നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കട്ടെ. ഈ റമളാനിന് ശേഷം തുടങ്ങാനുള്ളൊരു തൗഫീഖ് അള്ളാഹ് എനിക്ക് തന്നു. അൽഹംദുലില്ലാഹ് നമ്മള് പ്രസവിച്ച കുഞ്ഞിനെ പോലെ അള്ളാഹു തആല നമ്മൾ അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. റമളാന് കഴിയുക എന്ന് പറയുന്നത് ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാനുള്ള ഒരു മാസമാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയത്. എല്ലാം നമ്മൾ രാത്രി നിസ്കരിച്ചതും ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തതും സദക്കയും സക്കാത്തുകളും അതുപോലെയുള്ള ഓരോ കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിൽ ഒരു നിയത്തുണ്ടായിരുന്നു. റമളാൻ മാസമാണ്, ഒരുപാട് പ്രതിഫലം കിട്ടുന്നതാണ്. അള്ളാഹ് നീ നമ്മളിൽ നിന്ന് സ്വീകരിക്കണേ, ഇതിനൊരുപാട് പ്രതിഫലം തരണേ റബ്ബേ എന്നുള്ള നിയത്തോടെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവനല്ലേ. അതെല്ലാം അള്ളാഹു തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമുക്ക് സാലിഹായ അമലായി സ്വീകരിച്ചിട്ട് ഒരുപാട് നമുക്ക് പ്രതിഫലം അള്ളാഹ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം ഇൻഷാ അള്ളാഹ്. കഴിഞ്ഞ ക്ലാസ്സിലെ സൂറത്തുൽ ബഖറയിലെ 3-ാമത്തെ ആയത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇൻഷാ അള്ളാഹ് ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ആ 3-ാമത്തെ ആയത്തിലുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതിനുശേഷം 4-ാമത്തെ ആയത്തും കൂടി പറയാം ഇൻഷാ അള്ളാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ റബ്ബിൽ ആലമീൻ. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. 3-ാമത്തെ ആയത്തില് അള്ളാഹ് നമ്മളോട് പറയുന്നത് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും. ഇത് ഒരുപാട് അറിവുകൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അല്ലാഹു തആല നമ്മളോട് പറയുന്നതെന്ന് ഗൈബില് വിശ്വസിക്കല്, അതും പിന്നെ നമസ്കാരം മുറപ്രകാരം. നീ നമസ്കരിക്ക് എന്നല്ല നമ്മളോട് പറഞ്ഞത്. നിസ്കരിക്കുന്ന പറഞ്ഞത് ആണെങ്കിൽ നമ്മൾ 5 നേരം ഏതെങ്കിലും ടൈമിന് അങ്ങനെ നിസ്കരിക്കലായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ആയിട്ടുള്ളതുണ്ട്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കറക്റ്റിന് നമസ്കാരം നിലനിർത്തുന്ന തൗഫീഖ് തരട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് നമ്മളോട് വയുഖീമൂന സ്വലാത്ത, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാനാ പറഞ്ഞത്. ആ 5 വക്തിൽ അള്ളാഹ് ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ, ആ ഒരു ടൈമിന് നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് തന്നെ നമ്മൾ നിർവഹിക്കുന്നത് തന്നെ നമുക്ക് ഇപ്പോഴും അറിയില്ല നമ്മൾ സ്വീകരിക്കുന്നതാണോ എന്നല്ലേ. എല്ലാവർക്കും ഉള്ള ഒരു ടെൻഷനാണ്, ഒരു വിഷമാണ്. അള്ളാഹ് നിസ്കരിക്കാൻ കൈ കെട്ടിയ പാട് ചിന്ത എവിടേക്കല്ലോ ആണല്ലോ പോകുന്നത് റബ്ബെ. സലാം വീട്ടുന്നത് വരെ നമ്മൾ ഇവിടെ ഇല്ലാലോ റബ്ബെ. എപ്പോഴും ദുആ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് ഖുശൂഉള്ള നമസ്കാരം തരട്ടെ, ഇഖ്ലാസോട് കൂടിയുള്ള നമസ്കാരം തരട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. പ്രാർത്ഥിക്കുക, അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക, അല്ലാഹു തആല അവിടെ എത്തിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? അള്ളാഹ് ഇവിടെ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? ആദ്യം ഗൈബില് വിശ്വസിക്കാൻ പറഞ്ഞു. അള്ളാഹ് നമ്മൾ കാണുന്ന ഒരാളല്ല അല്ലെ. അള്ളാന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അള്ളാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലും അള്ളാഹ് ഓരോ കാര്യങ്ങളും നമുക്ക് വിശ്വാസത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞതിലെല്ലാം നമുക്ക് വിശ്വാസം ഉണ്ട് അല്ലെ. അള്ളാഹ് ഗൈബായ ആള് എന്നെങ്കിലും അള്ളാഹ് നമുക്ക് കാണുന്നില്ലെങ്കിൽ അദൃശ്യമായ ഒരു ശക്തിയാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ. ആ ഒരു വിശ്വാസം തന്നെയാണ്
ആ ഒരു വിശ്വാസം തന്നെയാണ് എന്താ ഒരു മുത്തക്കിന്റെ ക്വാളിറ്റി. ഒന്നാമത്തെ ക്വാളിറ്റി ഇവിടെ നമുക്ക് സൂറത്തുൽ ബക്കറയിലെ 3-ാമത്തെ ആയത്തില് മുത്തക്കിന്റെ ക്വാളിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് അള്ളാന്റെ ഒരു അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കല്. അത് ഒരു മുത്തക്കിയുടെ അടയാളാണ്. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവരും മുത്തക്കിയാണല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അള്ളാനെ വിശ്വസിക്കുന്നില്ലേ, ശരിയായ രീതിയിലാണോ എന്ന് നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. മരണം വരെ അള്ളാഹ് ആ ഒരു രീതിയിലാക്കണേ എന്ന് ദുആ ചെയ്യുക. പിന്നെ രണ്ടാമത് ഇഖീമന സ്വലാത്ത പറഞ്ഞു, നിസ്കാരം നിലനിർത്താൻ പറഞ്ഞു. ആ ഒരു നിസ്കാരം നേരായ രീതിയിൽ നല്ല തഖ്വയോട് കൂടി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുറപ്രകാരം ചെയ്യുക. അള്ളാഹുവിലുള്ള ആ ഒരു വിശ്വാസത്തെ ഉറപ്പിക്കുക, സ്ട്രോങ്ങോടെ. നമ്മൾ ആ ഒരു ഈമാൻ ഉണ്ടല്ലോ, അതിനെ സ്ട്രോങ് ആക്കുക. നമ്മളെ ഈമാന് എവിടെ ആവാത്തത് കൊണ്ടാണ് നമ്മളെ നിസ്കാരം ശരിയല്ലാത്തത്, അല്ലെ? നമ്മളെ ഈമാന് പോരാ, അത്രക്ക് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്ര എത്തിക്കഴിഞ്ഞാലേ നമ്മളെ നിസ്കാരം ഖുശൂഉള്ളതാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തആല അവിടെ എത്തിക്കട്ടെ. അള്ളയാണ് നമുക്ക് ആ ഒരു നിസ്കാരത്തിന്റെ ഖുശൂ തരണ്ടവനും പിന്നെ എല്ലാം എല്ലാം നമ്മളെ ആ ഒരു നേർവഴിയിൽ നയിക്കേണ്ടത് അള്ളയാണ്, അല്ലെ? അപ്പൊ ആ അള്ള നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കും. ആ ഹൃദയത്തിൽ എന്താണോ നിസ്കരിക്കുന്ന സമയത്ത് ഉള്ളത്, അത് നമ്മൾ പുറമെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇങ്ങനെ നിസ്കാരം എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകും, പക്ഷെ ഹൃദയത്തിൽ മറ്റെന്തൊക്കെയോ ചിന്തയായിരിക്കും. അള്ള നമ്മളെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. അപ്പൊ ആ ഹൃദയത്തിൽ നോക്കുന്ന സമയത്ത് എന്നുള്ള ആ ഒരു തഖ്വയോടുള്ള നിസ്കാരം, അതാണ് വേണ്ടത്, അല്ലെ? ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് ശ്രമിക്കണം. തഖ്വയുള്ള നിസ്കാരം നമുക്ക് എല്ലാം അള്ളാഹ് നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നിസ്കാരം നിലനിർത്തുന്ന കാര്യം പറഞ്ഞു. അതിന് ശേഷം മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അതിന്റെ കാര്യം പറയുമ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അള്ളാഹ് നമ്മളെ എത്ര കാരുണ്യവാനാണ്, അല്ലെ? എത്ര കാരുണ്യവാനാണ് നമ്മളെ റബ്ബ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എത്രമാത്രം നമ്മൾ നന്ദി കാണിച്ചാലാണ് നമുക്ക് അള്ള തന്ന അനുഗ്രഹത്തിന് പകരമാവാനും നമുക്ക് അറിയില്ല, അല്ലെ? കാരണം അള്ള നമ്മളോട് പറയുന്നത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂന, എന്ത്? അള്ള നൽകിയ റിസ്കിൽ നിന്ന് ചെലവഴിക്കുന്ന, നൽകിയതിൽ നിന്ന് ചെലവഴിക്കാനാ പറഞ്ഞത്. ഈ നിങ്ങൾ ഇത്ര പണം കൊടുക്കണം, ഇത്ര സാധനം കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര തൂക്കത്തിലുള്ളത് കൊടുക്കണം, ഇന്ന സാധനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിച്ചു പോവായിരുന്നു, അല്ലെ? നമ്മൾ കഷ്ടപ്പെട്ടു പോയിരുന്നു. എത്ര മാത്രം വിഷമിക്കുമായിരുന്നു നമ്മൾ. നിങ്ങൾ ഇങ്ങനെ കൊടുത്തേ മതിയാവൂ എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിൽ, പക്ഷെ അന്ന് നമ്മളോട് അങ്ങനെ പറഞ്ഞില്ല. നമ്മളോട് അള്ള പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് ഞാൻ നൽകിയത് എന്താണോ അത്. എന്തൊക്കെയുണ്ട് റിസ്കിൽ? കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് പറയുന്നത്. റിസ്ക് എന്ന് പറയുന്നത് വെറും നമ്മൾ ആദ്യം ചിന്തിക്കല് നമുക്ക് തന്ന പണത്തിൽ നിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നല്ലേ? അല്ല. ഈ റിസ്ക് കൊടുക്കൽ, ഒന്ന് റസഖ്നാഹും യുൻഫിഖൂൻ എന്നുള്ള പറയുന്നത് ആ ഒരു മുത്തക്കിന്റെ ക്വാളിറ്റി പെട്ടതാണ്. നിസ്കാരം നിലനിർത്തുന്നതും ആ ഒരു ക്വാളിറ്റിയിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ചെലവഴിക്കലും ആ ഒരു ക്വാളിറ്റി പെട്ടതാണ്. അപ്പൊ ആ ഒരു ചെലവഴിക്കുന്നത് എന്തിലെല്ലാം എന്നുള്ള കാര്യം പറയാം ഇൻഷാ അല്ലാഹ്. റിസ്ക് എന്ന് പറയുന്നത് പണം മാത്രമല്ല, ഭക്ഷണമാവാം. നമ്മുടെ അടുത്ത് കുറെ ഭക്ഷണം ഉണ്ട്, ഉണ്ടാക്കിയതിൽ കുറച്ച് അധികം ഉണ്ട്, എക്സ്ട്രാ. അപ്പൊ എന്താക്കാം, നമ്മളെ അയൽവാസികൾക്കോ അല്ല നമ്മളെ കൂട്ടുകാർക്കോ ആർക്കും കൊടുത്താല് അതെന്തായി? ചെലവഴിക്കലായി. അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അതിനുള്ള പ്രതിഫലം തരും. നമുക്ക് മക്കളാവട്ടെ, ആരോഗ്യമാവട്ടെ, ഇൽമ്, നമ്മളെ സമാധാനം, നമ്മളെ അടുത്തുനിന്ന് ഉപദേശം, അതെല്ലാം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹു താല ചെലവഴിക്കാൻ പറഞ്ഞ കാര്യത്തിൽ പെടുന്നത്. അതായത് റിസ്കിൽ പറയുന്ന ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരു ഇൽമ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താലും അതും ചെലവഴിക്കലാണ്, അല്ലെ? അള്ളാഹിന്റെ മാർഗത്തില് നല്ലൊരു കാര്യം അള്ളാഹിന്റെ മാർഗത്തിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, ഞാൻ ഇങ്ങനെ പറയും നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്, അല്ലെ? ഇതും എന്താണ്? അള്ള തന്ന ഒരു റിസ്ക്കാ നിനക്ക്. ആ റിസ്കിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു താല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ആ ഇൽമിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതിപ്പോ പറയാനായി. നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന കാര്യങ്ങള് അത് കേൾക്കല് മാത്രമല്ല, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് മാത്രം പോരാ, നമ്മളെ ജീവിതത്തിൽ അത് പകർത്തിയിരിക്കണം, ഇൽമിനെ അമലാക്കിയിരിക്കണം. എങ്കിലേ അത് പൂർണ്ണമാവുന്നുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ കുറെ കേട്ടങ്ങ് പോയിനെ കൊണ്ട് ഒരു കാര്യമില്ല. എന്താണോ ഇൽമ കേൾക്കുന്നത് അത് അമലാക്കാൻ ശ്രമിക്കുക. ജീവിതത്തിലേക്ക് പകർത്തിയെങ്കിലും മാത്രമേ അതിനൊരു പ്രയോജനമുള്ളൂ. ഇവിടെ ഈ ആയത്തിലുള്ള
കുറച്ച് കാര്യങ്ങൾ. യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത്ത മിമ്മ റസഖനാഹും യുൻഫിഖൂൻ. എന്റെ ഇൻഷാ അല്ലാഹ് ഞാൻ റൂട്ട് വേർഡിൽ ഒന്ന് പറഞ്ഞ റസഖിന എന്ന് പറയുന്നത് റിസ്ക്, റസഖിന റിസ്ക് എന്നുള്ളത് റാ സ ഖാഫ്, അതാണ് അതിന്റെ റൂട്ട് വേർഡ്. ഈ 3 അക്ഷരങ്ങളിൽ നിന്ന് വരുന്നതാണ് റസഖിന എന്ന് പറയുന്നത്. റിസ്ക്, ആ റിസ്ക് ഇപ്പൊ മനസ്സിലായിരിക്കുമല്ലോ എല്ലാവർക്കും. റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. വെറും പണം മാത്രമല്ല, അതിൽ എല്ലാമായി നമുക്ക് എന്താണോ അന്ന് തന്നത് അതെല്ലാം അള്ളാന്റെ റിസ്ക്കാണ്. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ എന്താക്കണം, ചെലവഴിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് തരട്ടെ. എന്താണോ നമ്മുടെ അടുത്ത് കൂടുതലുള്ളത്, കൂടുതൽ വസ്ത്രമാണോ അത് മറ്റുള്ളവർക്ക് കൊടുക്കുക, അതല്ല കൂടുതൽ പാത്രങ്ങളാണോ അതിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കുക, അതല്ല ഒരുപാട് എന്താ പറയാ ഈ ഫർണിച്ചർ സാധനങ്ങൾ ഒരുപാട് വീട്ടിലുള്ള ആളെല്ലാം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് ആവശ്യത്തിലുള്ളത് വെച്ച് മറ്റൊരാൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക. അതെല്ലാം രിസ്കിൽപ്പെട്ട, അതെല്ലാം കൊടുത്താൽ ഒരുപാട് ഒരുപാട് അള്ളാന്റെ പ്രതിഫലം കിട്ടാനുള്ളതാണ്. ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് കൊടുക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടല്ലോ, അത് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ നമ്മളെ ഇൽമ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നമ്മളെ അത്യാവശ്യമുള്ള കാര്യമാണ്. അള്ളാഹിനോട് അടുക്കാൻ വേണ്ടിയിട്ട് ഒരു അള്ളാഹിനുമായിട്ടുള്ള ഒരു അടുപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൽമിനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം. ഇൽമ വർദ്ധിക്കുന്നോറാണ് അള്ളാഹിനോട് അടുക്കാൻ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കാൻ. അള്ളാഹിനോട് അടുക്കുമ്പോ ഇങ്ങനെ നമുക്ക് കൂടുതൽ അറിവ് കിട്ടണമെന്ന് തോന്നും. ആ കിട്ടിയ അറിവുകൾ നമ്മളെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നല്ലൊരു നമ്മളെ ജീവിതം തന്നെ ഒരു സമാധാനമായിട്ട് മാറും. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നിഫാഖ് എന്നുള്ള ഒരു വാക്കിൽ നൂന് ഫാവ് ഖാഫ് എന്നുള്ള റൂട്ട് വേർഡിൽ നിന്നാണ് ഇൻഫാഖ് എന്ന് പറയുന്ന യുൻഫിഖുൻ എന്ന് പറയുന്നത്, ചെലവഴിക്കൽ എന്ന് വരുന്നത് യുൻഫിഖുൻ എന്ന വാക്ക് വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളെ എന്തൊക്കെയാണോ ചെലവഴിക്കേണ്ടത് അതൊന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ. അതിൽ ഓരോന്ന് എടുത്ത് പറയാന്ന് വെച്ചാൽ കുറേ ഉണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം പറയാം. നമ്മളെ സമയമായാലും ശരി, ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു വരികയോ അതല്ലെങ്കിൽ എവിടെയും പോകാനോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ, നമ്മളെ കൂട്ടുകാരോ അയൽവാസികളോ അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു വിഷമം പറയുമ്പോൾ അത് കേൾക്കാൻ കൊടുക്കുന്ന ഒരു അവസരം ഉണ്ടല്ലോ, ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു മനസ്സുണ്ടല്ലോ, നമ്മൾ അതിനും അള്ളാഹു പ്രതിഫലം തരും. അതും രസിക്കപ്പെട്ട്, അതും ആ ഒരു റിസ്കിന്റെ ഇതിൽ പെടുന്നതാണ്. അള്ളാഹു താല ഏറ്റവും അധികം പ്രതിഫലം തരുന്ന ഒരു കാര്യമാണ് അതിലെല്ലാം തന്നെ. നമ്മൾ എന്താ പറയാ, ഇബാദത്ത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാൻ എന്താണ്, വെറും നിസ്കാരം, ഖുർആൻ പാരായണം, നോമ്പോക്കൽ, ഇതെല്ലാം ഇബാദത്ത്. പണ്ടേ അങ്ങനെ ആയിരുന്നു അല്ലെ. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് നമുക്ക് ആ ഒരു രീതി മാറ്റണം. അത് മാത്രല്ല ഇബാദത്ത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ നമ്മൾ പിന്നെന്താ പറയാ, പോകുന്ന ഓരോ സിറ്റുവേഷനിലും എന്തൊക്കെയോ ഉണ്ട് നമുക്ക് ഇബാദത്താക്കി മാറ്റാനുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഭക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ അത് സദക്കന്റെ കൂലി തന്നെയാണ്. അതുപോലെ ഉള്ളത് തന്നെയാണ് എന്തും നമ്മളെ അടുത്ത് എക്സ്ട്രാ ഉണ്ടാകുന്ന എന്തും അത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. ഇൻഷാ അല്ലാഹ് ഒരു മുത്തക്കിന്റെ ഒരു അടയാളത്തിൽപ്പെട്ടതാണ്, ഒരു മുത്തക്കിന്റെ ഒരു അടയാളത്തിൽപ്പെട്ടതാണ് അത്. എന്തും ചെലവഴിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാക്കിയാൽ ആ ഒരു മുത്തക്കിന്റെ അടയാളത്തിൽ പെട്ടത് മാത്രമല്ല, എന്താണ് അത്, ആ ഒരു മനസ്സ് ഉണ്ടാവുന്നത് തന്നെ ഈ എന്താ പറയാ ഒരു അഹങ്കാരം ഇല്ലാതെക്കലും, എല്ലാം എനിക്ക് എനിക്ക് എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ട് എല്ലാം മറ്റുള്ള ആൾക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റുള്ള ആൾക്കും ഇഷ്ടപ്പെടണം അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അത് എന്റെ സഹോദരന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നത് വരെ നമ്മളിൽ ആരും ആരാവൂല, മുഅ്മിനാവൂല. അതുകൊണ്ട് എന്തും അത് കൊടുക്കുന്നത് നല്ലതായിരിക്കണം, ക്വാളിറ്റി ഉള്ളത് തന്നെ കൊടുക്കുക, നല്ലത് തന്നെ കൊടുക്കുക, ഏറ്റവും നല്ല അവസ്ഥയിൽ തന്നെ ആ ഒരു അവസരത്തിൽ തന്നെ കൊടുക്കണം. അതല്ലാണ്ട് നമുക്ക് വേണ്ടാത്ത, നമുക്ക് ഇഷ്ടപ്പെടാത്ത മോശമായത് കൊടുക്കുന്നതിനെ കൊണ്ട് ഒരു പ്രതിഫലവും ഇല്ല. അതൊരു വെള്ളത്തിൽ കലക്കിയത് പോലെ ആയില്ലേ. ഉപകാരപ്രദമായ തന്നെ കൊടുക്കുക, കൊടുക്കുമ്പോ അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ മിമ്മ റസക്കിന എന്ന് പറയുന്നില്ല, മിൻ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട് പറയുന്നുണ്ട്. എന്താണ്, ഒന്ന് അള്ള എന്താണോ തന്നത് അതിൽ നിന്ന് കുറച്ച് കൊടുക്കാൻ പറയുന്നതാണ് മിന്നുള്ള ആ വാക്കിന്റെ ഒരർത്ഥം. അതെല്ലാം ഒരാളുടെ കഴിവിനനുസരിച്ചിട്ടും ആവാം. ഒരാളടുത്ത് എന്താണോ ഉള്ളത് അതിൽ നിന്ന് കുറച്ച് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരാൾക്ക് എന്താണോ കൊടുക്കാൻ കഴിയുന്നത് ആ കഴിവിനനുസരിച്ച് കൊടുക്കാം, അങ്ങനെയും അർത്ഥം വരുന്നുണ്ട്. അത് എന്തായാലും നമുക്ക് അള്ള തന്നതിൽ നിന്ന്
ചെലവഴിക്കാൻ. ആ ചെലവഴിക്കുന്ന കാര്യത്തില് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 3 രീതിയാണ് ചെലവഴിക്കുന്ന കാര്യത്തിൽ പറയുന്നത്. ഒന്ന് സക്കാത്ത്, നിർബന്ധമായ സക്കാത്ത് ഉണ്ടല്ലോ അത്. പിന്നെ ഒന്ന് സദക്ക. സദക്ക എന്ന് പറയുന്നത് സുന്നത്താണ്. പിന്നെ ഒന്ന് നഫക്കാത്ത് എന്ന് പറയുന്നത് അത് പുരുഷന്മാർ അവരുടെ കുടുംബത്തിന്, ഭാര്യക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്ക് ആർക്കാണോ ആ ചെലവ് ചെയ്യല് നിർബന്ധമായ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ചെലവില്ലേ, അതുപോലും എന്താണ് സദക്കയിൽപ്പെട്ടതാണ്. അതിനും അള്ളാഹ് പ്രതിഫലം കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം ഭാര്യന്റെ വായിൽ വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണം പോലും സദക്കയാണ്. സുബ്ഹാനല്ലാഹ്, എന്താണല്ലേ, എന്തിനല്ല നമ്മളെന്ത് നിസ്സാരാക്കി കളയുന്ന, നമ്മൾ ആ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്ന കാര്യമല്ലല്ലേ, അതിന് പോലും അള്ളാഹ് പ്രതിഫലം തരുന്നുണ്ട്. ഷെയ്ഖ് തൈമീൻ റഹിമഹുള്ള പറയുന്നുണ്ട്, ഭാര്യയ്ക്കും അതുപോലെയുള്ള വീട്ടുകാർക്കും കുടുംബത്തിന് ചെലവിന് കൊടുക്കൽ നിർബന്ധമായ അവർക്കുണ്ടല്ലോ, അവർക്ക് കൊടുക്കുന്ന സദക്കയാണ് മറ്റുള്ള അന്യ ആൾക്ക് കൊടുക്കുന്ന സദക്കയിനേക്കാൾ കൂലിയുള്ളത്, അതിനേക്കാൾ ഉത്തമമായത് അതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അള്ളാഹു താല നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളാണ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മവുമായിട്ട് ഒരു അടിമ എന്നിലേക്ക് അടുത്ത്. ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കാൾ അള്ളാഹു താല നമ്മളോട് പറയുന്നുണ്ട്, ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അതായത് അള്ളാഹിലേക്ക് നമുക്ക് അടുക്കണമെങ്കിൽ അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരടിമ അള്ളാഹുലേക്ക് ഏറ്റവും അധികം അടുക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് സുന്നത്താത് ചെയ്യേണ്ട എന്നല്ല. പക്ഷെ ഒരടിമ അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി ആ നിർബന്ധമായ കാര്യങ്ങൾ തന്നെ കൂടുതലായിട്ട് ചെയ്യുക, എന്നിട്ട് സുന്നത്തും ചെയ്യണം. പക്ഷെ ഏറ്റവും അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ നിർബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്ന് അള്ളാഹ് പറയുന്നുണ്ട്. പിന്നെ സുബ്ഹാനല്ലാഹ്, ഇനി അടുത്ത മുത്തഖീന്റെ ഒരു ക്വാളിറ്റിയിൽ പെട്ടതാണ്. പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞതിൽ 2-3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, നാലാമത്തെ ക്വാളിറ്റി പറയുന്നത് വല്ലതീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക. അതെന്താണ്? ഒരു ഉൻസിലയിലേക്ക്, നിന്നിലേക്ക് അയക്കപ്പെട്ടത്, അതായത് പിന്നെ ഖുറാനിൽ വിശ്വസിക്കുന്നവര്, അത് മുത്തക്കിയാണെന്ന് പറയുന്നുണ്ട്. നിന്നിലേക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരാണ് മുത്തക്കി എന്ന് പറയുന്നുണ്ട്. അതായത് ഖുറാനിൽ വിശ്വസിക്കുന്നവർ മുത്തക്കിയാണെന്ന്. വല്ലതീന യാതൊരുത്തര് യുഅ്മിനൂന അവർ വിശ്വസിക്കുന്നു, എന്ത്, ബിമാ ഉൻസില യാതൊന്നില്ല, എന്തില്, ഇറക്കപ്പെട്ടതിൽ. ഉൻസില എന്ന് പറയുന്നത് നസല, നൂൻ സായ് ലാം, അതാണ് റൂട്ട് വേർഡ്. നസല ഇറങ്ങി എന്നല്ല. ഉൻസില നിന്നിലേക്ക് ഇറക്കപ്പെട്ടത്, ഇലൈക്ക നിന്നിലേക്ക്, ഇലൈക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ടതാണല്ലോ ഖുർആൻ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട ആ ഒരു ഖുർആൻ, അതില് വിശ്വസിക്കുന്നവരാണ് മുത്തഖീങ്ങൾ. അൽഹംദുലില്ലാഹ്, അതിലെല്ലാം നമ്മളെല്ലാം ഉൾപ്പെട്ടനല്ലേ, അൽഹംദുലില്ലാഹ്. ഇവിടെ പറയുമ്പോ ഇതിൽ കുറച്ചൊരു കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ പുറമെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇലൈക്ക എന്ന് പറയുന്നത് ഇലൈക്ക എന്ന് പറയുമ്പോൾ നിന്നിലേക്ക്, അതായത് നിനക്ക് എന്ന് പറയുന്നത്, ഇലൈക്ക എന്ന് പറയുമ്പോൾ ഒരു പുരുഷനോടാണ് ക എന്ന് പറയുന്നത്. ഇലൈക്കി എന്നാണെങ്കിൽ അതൊരു സ്ത്രീയോട് പറയുമ്പോഴാണ് നിനക്ക് അല്ലെങ്കിൽ നിന്നിലേക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇലൈക്കും എന്നാണെങ്കിൽ കുറെ ആൾക്കാരോട്, ഒന്നോ രണ്ടോ അല്ലാതെ അതിൽ കൂടുതൽ ആൾക്കാരോട് ഇലൈക്കും എന്ന് പറയാൻ, നിങ്ങളോട് എന്നുള്ള രീതിയിൽ. ഇതിവിടെ പറയുമ്പോൾ എനിക്കൊന്ന് നിങ്ങൾക്കൊരു മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ഒരു കാര്യം പറയും. ഇപ്പൊ എന്റെ അടുക്ക് ഒരാൾ ചോദിച്ചൊരു കാര്യം, അതുകൊണ്ട് ഞാനിവിടെ പറയാന്ന് വിചാരിച്ചത്.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്. നമ്മളോട് ജസാക്കല്ലാ ഖൈർ എന്നെല്ലാം പറയുമ്പോൾ അതെന്താണെന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. ജസാക്കല്ലാ എന്നാണ് പറയുന്നതെങ്കിൽ എന്താണ് പറയാ, അല്ല ജസാക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു സ്ത്രീയോടാ ചോദിക്കുന്നെങ്കിൽ ജസാക്കി എന്ന് പറയാം, ജസാക്കില്ല എന്ന് പറയുന്നത്. പുരുഷനോടാണെങ്കിൽ ജസാക്കല്ലാ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ജസാക്കുമുള്ള കുറച്ച് ആൾക്കാരോടാണെങ്കിൽ ജസാക്കുമുള്ള ഖൈർ എന്ന് പറയാം. അങ്ങനെയുള്ളത് അത് അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതുകൊണ്ട് ഞാനത് ഓർമ്മയാക്കിയതാണ്. ഇൻഷാ അള്ളാ. പിന്നെ ഇതിനങ്ങോട്ട് മീൻ കബിലിക്ക വമാ ഉൻസില മീൻ കബിലിക്ക. അവിടെ കബില് എന്ന് പറയുന്നത് മുമ്പ് എന്നുള്ളതിനൊക്കെ മുമ്പ്. കബിലിന്റെ റൂട്ട് വേർഡ് ഖാഫ് ബ ലാം എന്നാണ്. മിൻ കബിലിക്ക നിനക്ക് മുമ്പ്. പിന്നെ വബിൽ ആഖിറത്തി ഏടാ പരലോകത്തിൽ. വബിൽ ആഖിറത്തി എന്ന് പറയുന്നത് പരലോകത്ത്. ആഖിർ എന്ന് പറഞ്ഞാല് അലിഫ് ഹംസ ഹ റാം എന്നാണ്. ഹംസ ഹ റാം എന്നാണ് റൂട്ട് വേർഡ്. ഹും അവർ. അവർ ആരാണ്? യുഖിനൂൻ. അവർ ദൃഢമായി വിശ്വസിക്കുന്നു. അവര് ദൃഢമായി വിശ്വസിക്കും. വെറും വിശ്വാസമല്ല, അങ്ങനെയുള്ള ആൾക്കാരാണ് മുത്തഖീങ്ങൾ. എന്ത്? നിനക്ക് മുമ്പ് നിനക്ക് മുമ്പ് പരലോകത്തില് പിന്നെ ദൃഢമായി വിശ്വസിക്കുന്നവരുണ്ട്. നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ട യാതൊന്നില്ല അതിൽ വിശ്വസിക്കുന്നത്. അതെല്ലാം ഒരു മുത്തക്കിന്റെ ക്വാളിറ്റിയാണ്. അതായത് ഖുറാനിൽ വിശ്വസിക്കലും ഒരു മുത്തക്കിന്റെ ക്വാളിറ്റിയാണ്. അത് കൂടാണ്ട് പിന്നെ നിനക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിൽ, അതായത് ഖുറാൻ ഇറക്കപ്പെടുന്നതിന്റെ മുമ്പ് മറ്റുള്ള ഗ്രന്ഥങ്ങൾ ഇറക്കിയനല്ലോ, തൗറാത്ത്, ഇഞ്ചീല്, സബൂർ എന്ന പോലെയുള്ള പിന്നെ ഗ്രന്ഥങ്ങള്, അതില് വിശ്വസിക്കുന്നതും ഒരു മുത്തഖീന്റെ ക്വാളിറ്റിയിൽ പെട്ടതാണ്. പിന്നെ പരലോകത്തിൽ വിശ്വസിക്കലും ഒരു മുത്തഖീന്റെ ക്വാളിറ്റിയിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഇതിൽ ഇറക്കപ്പെട്ട ആ ഒരു കാര്യം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു കാര്യം വഹിയിൽ മത്ലൂ എന്ന് പറയുന്നത്. അതായത് മത്ലൂ എന്ന് പറയുന്നത് ഓതപ്പെട്ടത്. എന്ത്? തിലാവ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്ന ഖുറാനല്ല ഓതുന്നത്. അപ്പൊ അതിൽ നിന്ന് വരുന്ന വഹി മത്ലൂ. ഒരു വഹി എന്ന് പറയുന്നത് വഹി മത്ലൂ എന്ന് പറയുന്നത്, അതായത് ഖുറാന് അള്ളാഹു താല ഇറക്കുന്നത് അത് നമുക്ക് ഓതുന്ന വിധത്തിലാണ് ഖുറാനെ ഇറക്കിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു വഹി എന്ന് പറയുന്നത് വഹി ആയിരമത്തിലും ഓതുന്നതല്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കിപ്പോ എന്താ പറയാ, അള്ളാഹു താല ഖുറാനിലൂടെ നമ്മളോട് പറഞ്ഞു യുഖീമൂന സ്വലാത്താന്ന് പറഞ്ഞല്ലേ. അപ്പൊ നമുക്കറിയില്ല എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്നതുപോലെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. പക്ഷെ അത് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ രൂപം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? എങ്ങനെയാണ് ഖുറാനിൽ അത് കാണിച്ചു തന്നിട്ടില്ല. പക്ഷെ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് വന്നത് തന്നെയാണ്. പക്ഷെ അത് ഖുറാനിലൂടെ നമ്മൾ ഓതിയിട്ടില്ല എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന്. അതേപോലെ എങ്ങനെയാണ് വുളൂ ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓതിയിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. പക്ഷെ തവല്ല എന്ന് പറയുന്നുണ്ട് അല്ലെ. പക്ഷെ അത് കാണിച്ചു തന്നത് ആരാന്ന്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നെ. എങ്ങനെയാണ് നിസ്കരിക്കേണ്ട രൂപം, എങ്ങനെയാണ് വുളൂ എടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നെ. പക്ഷെ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി വന്നത് തന്നെയാണ്. ഖുറാനായിട്ട് ഓതി തന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ സൂറത്ത് നജ്മിലെ 3-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, വമാ യൻതിഖു അനിൽ ഹവാ. അള്ളാഹു തആല പറയുന്നതാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഇഷ്ടപ്രകാരം, തന്നെ ഇഷ്ടപ്രകാരം ഒന്നും സംസാരിക്കുന്നില്ല എന്ന്. അത് ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഹദീസിൽ നമ്മളിങ്ങനെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ, അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഇഷ്ടപ്രകാരം പറയുന്നതല്ല. അത് നിസ്കാരത്തിൻ്റെതായാലും ശരി, വുളുവിൻ്റെതായാലും ശരി, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് അല്ലാഹു തആല വഹി കൊടുത്തത് കൊണ്ട് മാത്രമാണ് അല്ലെ. അതാണ് നമുക്ക് അറിയിച്ചു തരുന്നത്. അത് നമ്മൾ ചെയ്യുക. ആ ഒരു ചെയ്യുന്നത് ഒരു മുത്തഖീന്റെ ക്വാളിറ്റി. അപ്പൊ നമ്മൾ ഇപ്പൊ എന്താ പറയാ, ഖുറാനിൽ ഇല്ലാലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാണ്ടിരിക്കുന്നെങ്കിൽ അത് നമ്മളൊരു മുത്തഖി അല്ലാത്തത് കൊണ്ടാണ്. നമ്മളൊരു മുത്തഖി ആകുമ്പോ എന്താ വേണ്ടത്? അള്ളാഹു താല ഖുറാനിൽ പറഞ്ഞത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നതാണ്, കാണിച്ചു തന്നതാണ്, അറിയിച്ചു തന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഓരോ ചര്യയും എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് അതുപോലെ അനുകരിക്കല് ഒരു മുത്തഖീന്റെ ക്വാളിറ്റിയിൽ പെട്ടതാണ്.
അല്ലെ? ഇൻഷാ അള്ളാ നമ്മളെല്ലാരും ആ ഒരു മുത്തക്കി ആവാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു തആല നമ്മളെല്ലാരും മുത്തക്കി ആക്കട്ടെ അല്ലെ? മുത്തക്കി ആവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, ഒരു 5 കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ ഒരു ആയത്തിൽ നിന്ന് പഠിക്കുന്നത്. 5-മത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് കബലിക്ക, നിനക്ക് മുമ്പേ ഇറങ്ങിയ, നിനക്ക് നിനക്ക് മുമ്പേ ഇറങ്ങിയതിലും അവർ വിശ്വസിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറങ്ങിയതിന് മുമ്പേ ഉള്ളതിലും അവർ വിശ്വസിക്കുന്നുണ്ട്. അതാണ് സബൂർ, ഇഞ്ചീൽ, ദാവൂദ് അതെല്ലാം പറഞ്ഞില്ലേ. ഇഞ്ചീൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു സൂഫി ഇബ്രാഹിം എന്ന് പറയുന്നുണ്ട്. അതുമെല്ലാം എന്താ പറയാ, അതെല്ലാം നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു മുത്തക്കിന്റെ അടയാളം. ഒരു മിനിറ്റ്. ഇവിടെ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. കാരണം നമ്മളിപ്പം വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ പറഞ്ഞില്ലേ, എന്താ അള്ളാഹു താല ഖുറാനിൽ ഇറക്കിയ കാര്യങ്ങളെല്ലാം അത് വിശ്വസിക്കേണ്ടത്, ഖുറാന് എന്തായാലും നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് കൂടാണ്ട് ഇവിടെ പറഞ്ഞ് അതിന് മുമ്പ് ഇറക്കിയ ഗ്രന്ഥങ്ങൾ അതും വിശ്വസിക്കണം. പക്ഷെ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാറുണ്ട്. അതായത് ഈ ഖുറാനിൽ അള്ളാഹു താല നമുക്ക് ഇറക്കിയ കാര്യങ്ങളെല്ലാം എന്താണോ അതിൽ പറയുന്നത് അതെല്ലാം നമ്മൾ വിശ്വസിക്കലും അതിനെ പിന്തുടരലും അത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരലും എല്ലാം എന്താണ്, അത് ആ ഒരു ഖുറാനിലുള്ള വിശ്വാസം അത് നമുക്ക് എന്തായാലും വേണ്ടതാണ് അല്ലെ, നിർബന്ധമാണ്. പക്ഷെ ഈ തൗറാത്ത്, ഇഞ്ചീല് പോലെയുള്ള ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാൻ പറഞ്ഞത് അതിനെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഫോളോ ചെയ്യണ്ട, അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതേ ഇല്ല. പിന്നെ എന്തിനാണ് ആ ഒരു വിശ്വാസം പറയുന്നത്? അള്ളാഹു താല ആ ഒരു ഗ്രന്ഥങ്ങളെല്ലാം അന്നേരം ഇറക്കിയിട്ടുള്ളത് ആ ഓരോ പ്രവാചകന്മാർക്കും ആ പിന്നെ അന്നേരം ഉണ്ടായ ആ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു മനുഷ്യരിലേക്ക് അവരെ ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ് ആ ഒരു ഗ്രന്ഥങ്ങളിൽ എന്നുള്ള ഒരു വിശ്വാസം മാത്രമേ അവിടെ വേണ്ടിയുള്ളൂ. അതല്ലാണ്ട് അതിൽ കൂടുതലായിട്ട് പറയുന്നില്ല. ആ ഒരു സംഭവം മാത്രമേ പറയുന്നുള്ളൂ. അതല്ലാണ്ട് അതിനേക്കാൾ കൂടുതൽ വേണ്ടതില്ല. അതാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. അവിടെ പറഞ്ഞില്ല അല്ലദീന യുഅ്മിനൂന, നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവരാണ് സൂക്ഷ്മത പാലിക്കുന്നവർ. ഈ സൂക്ഷ്മത പാലിക്കുന്നവർ മുത്തഖീന്റെ അടയാളങ്ങളാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞത് അല്ലെ. 3-ാമത്തെ ആയത്തിലും 4-ാമത്തെ ആയത്തിലുമായിട്ട് നമ്മൾ പറഞ്ഞത് മുത്തഖീന്റെ ക്വാളിറ്റികളാണ്. ആ ഒരു ക്വാളിറ്റിയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടണം അല്ലെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ അല്ലെ. ഒരുപാട് നന്മകൾ വാരി കൂട്ടാനുള്ള തൗഫീഖ് അല്ലാഹ് നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാന്റെ അനുഗ്രഹങ്ങളാണ് നമ്മൾ ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മളെ റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹ് തൗഫീഖ് തന്ന്. പിന്നെ അത് മാത്രല്ല, റമളാൻ കഴിഞ്ഞിട്ടും വീണ്ടും ഒരു ക്ലാസ് എല്ലാം നമ്മൾ തുടങ്ങി വെച്ചത് വീണ്ടും തുടങ്ങാൻ വേണ്ടിയിട്ട് റമളാൻ കഴിഞ്ഞ് തുടങ്ങാം എന്ന് പറയുമ്പോഴും ഉറപ്പില്ലല്ലേ നമ്മൾ റമളാൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളിൽ നിന്ന് ഒരുപാട് പേര് പിരിഞ്ഞു പോയി. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ ഈമാനോട് കൂടി ജീവിച്ച് മരിക്കാനും അള്ളാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മൾ ഉൾപ്പെടാനും ഇതുപോലെയുള്ള നമ്മള് മുത്തഖീന്റെ ഒരുപാട് ഇപ്പൊ ഇവിടെ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ആ ഒരു 5 കാര്യത്തിൽ നമ്മൾ ചിന്തിക്കുക, ഈ 5 കാര്യങ്ങളും നമ്മൾ
ചെയ്യുന്നതാണോ, നമ്മൾ ഇതിൽ ഉൾപ്പെട്ടതാണോ, ഈ മുത്തക്കീന്റെ ക്വാളിറ്റിയിലെല്ലാം നമ്മൾ ഉൾപ്പെട്ടിനോ എന്നൊന്ന് സ്വയം വിലയിരുത്ത. ഇല്ലെങ്കിൽ അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു മുത്തക്കീന്റെ ക്വാളിറ്റിയിലെല്ലാം അള്ളാഹുവേ നീ നമ്മളെ ഉൾപ്പെടുത്തണേ റബ്ബേ, ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അത് മാത്രം പോരാ, പ്രവർത്തിക്കുകയും കൂടി ചെയ്യണം അല്ലെ. പറഞ്ഞാൽ മാത്രം പോരാലോ, നമ്മൾ പ്രവർത്തിക്കണ്ടേ. അതിനു വേണ്ടി ശ്രമിച്ചെങ്കിൽ മാത്രമല്ലേ നമുക്ക് അവിടെ എത്താൻ പറ്റൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെല്ലാരും ആ ഒരു മുത്തഖീന്റെ ക്വാളിറ്റിയിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടുന്ന സ്വാലിഹായ സ്ത്രീകളായിട്ട് നമ്മൾ അല്ലാഹു തആല മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ഇനി ഒരുപാട് കാര്യങ്ങൾ, നന്മകൾ നമുക്ക് പഠിക്കാനുണ്ട്, പഠിപ്പിക്കാനുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പകർത്താനുണ്ട്, മാതൃകയാവാനുണ്ട് അല്ലെ മറ്റുള്ളവർക്ക്. ഇൻഷാ അല്ലാഹ് അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. നമുക്ക് മാതൃകയാവണം. അതിനെ കൊണ്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എന്താ പറയാ, അവരെല്ലാം ഖുറാൻ പഠിക്കുന്നവരാണ് അല്ലെങ്കിൽ ഖുറാൻ ക്ലാസ്സിൽ പോകുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ മാതൃകയാവണം, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെ പറയണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് വേണ്ടത്, ഒരു മുത്തക്ക് ഇങ്ങനെ ആവണം എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുക്കാം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹിന് അള്ളാഹിലുള്ള ആ ഒരു അദൃശ്യ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുന്ന ഉത്തമമായ അടിമയാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ എല്ലാം നിസ്കാരം അള്ളാഹ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നിസ്കരിക്ക് എന്നല്ല അല്ലെ. നമസ്കാരം മുറപ്രകാരം ചെയ്യുക എന്നാണ് പറഞ്ഞത്. ആ ഒരു മുറപ്രകാരം ചെയ്യുന്ന ഉത്തമമായ അള്ളാന്റെ പിന്നെ മുത്തക്കിയായ അടിമയായിട്ട് നമ്മൾ എല്ലാവരും അല്ലാഹു തആല ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ആ ഒരു ചെലവഴിക്കുന്ന കൂട്ടരുണ്ടല്ലോ എന്ന് പറഞ്ഞേ, എന്താണോ കയ്യിലുള്ളത് അതിൽ നിന്ന് ചെലവഴിക്കുന്ന ആ ഒരു ചെലവഴിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തണേ റബ്ബേ. ആമീൻ. അള്ളാഹ് അങ്ങേയറ്റം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പോലെ അങ്ങനെ ആവണം അല്ലെ. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആവാൻ ശ്രമിക്കണം. എന്തും എല്ലാം അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കാനുള്ള ആ ഒരു മനസ്സ് റബ്ബേ ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഞങ്ങൾ വെറും ഒരു ഇൽമ പഠിക്കുന്നവരല്ല, വെറും ഒരു ഇൽമ പഠിക്കുന്നവരാണെന്ന് കാണിക്കുന്നവരല്ല. അങ്ങനെ ആയിട്ട് കാര്യമില്ല അല്ലെ. അങ്ങനെ ആവരുത്. നമ്മള് മാതൃകയായിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടിട്ട് മറ്റുള്ള കൊടുക്കണം. അങ്ങനെ ആവണം എന്ന് അവരും ആഗ്രഹിക്കണം. നമ്മളെ മക്കളും അതെല്ലാം നമ്മളെ വീട്ടിലുള്ളവരും നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും നമ്മളെ കണ്ടിട്ട് അങ്ങനെ ആവാൻ വേണ്ടി ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചേ മതിയാവും. എങ്കിലേ നമ്മളും അള്ള പറയുന്ന ആ ഒരു മുത്തക്കയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയില്ലേ. ഒരുപാട് അമലുകൾ വാരിക്കൂട്ടിയിട്ട് കുന്നോളം അമലുകളുമായിട്ട് പോയി സ്വർഗത്തിലേക്ക് കയറാൻ പോയ മനുഷ്യനെ പോലും കയറാൻ വിട്ടോ ഇല്ലല്ലേ. ഒരുപാട് നന്മയാണ് ചെയ്തത്, ഞാൻ എന്തായാലും സ്വർഗത്തിലാണെന്ന് അയാൾ പ്രതീക്ഷിച്ചു പോകാൻ പോയപ്പോ പിന്നിൽ നിന്ന് വിളി വന്നു, നീ ഈ മനുഷ്യൻ അന്നെ ഇന്നത് ചെയ്തു, ഈ മനുഷ്യൻ അന്നെ ഇങ്ങനെ പറഞ്ഞു, എന്നെ കുറ്റം പറഞ്ഞു, എന്നെ ചീത്ത പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞ് പിന്നിൽ വന്ന ആൾക്കാർക്കെല്ലാം അള്ള എന്ത് ചെയ്തു, ഈ ഒരുപാട് നന്മയിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുത്തല്ലേ. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെന്താ, അയാളെ കയ്യിലുള്ള നന്മ തേച്ച് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞ് തീർന്നു. പക്ഷെ എന്നിട്ടും അയാളെ നാവിൽ നിന്ന് വന്ന ഫിത്തനയോ ഫസാദോ എന്തിന്റെയോ കാരണത്താല് അയാൾക്ക് നന്മകൾ തേച്ച് നശിച്ചിട്ടും ഇനിയും പിന്നിൽ വന്ന ആൾക്കാർ ബാക്കിയായി. അപ്പൊ അവരുടെ തിന്മ എടുത്തിട്ട് ഇയാൾക്ക് വെച്ചു കൊടുത്തു. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബയുടെ അടുത്ത് പറഞ്ഞതാണ്, പാപ്പരായ ആളെ കുറിച്ച് അറിയോന്ന് ചോദിച്ചത്. ആ ഒരു പാപ്പരായ വ്യക്തിയായി മാറിയത് ഈ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റബ്ബേ നീ നമ്മളെ ഇങ്ങനെയുള്ള വിധത്തിലാക്കില്ലേ, ഈ പാപ്പരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലേ അള്ളാ. കാരണം നമ്മൾ വിചാരിക്കും നമ്മൾ കുറേ നിസ്കരിച്ചല്ലോ, കുറേ നോമ്പ് പോയിട്ടല്ലോ, കുറെ ഖുർആൻ പാരായണം ചെയ്തല്ലോ, വാശിയോടെ നമ്മൾ ഒരുപാട് കത്തം തീർത്തിട്ടുണ്ടാവല്ലേ. പക്ഷെ അതിലൊന്നും കാര്യമില്ല എന്നുള്ള മനസ്സിലാക്കി തന്നെ. എന്തേ, നമ്മളെ സ്വഭാവം നന്നാക്കണം, നമ്മളെ പെരുമാറ്റം നന്നാക്കണം, ആളോടുള്ള രീതി അതെല്ലാവരും ഒരു മനുഷ്യന്റെ മാത്രമല്ല, ഒരു മൃഗത്തിന്റെ, ഒരു ജീവിയുടെ ഒരു ദാഹം അറിയണം, വിശപ്പ് അറിയണം, അങ്ങോട്ട് കൊടുക്കണം, സഹായിക്കണം. നമ്മളെ മനസ്സുകൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്ന ആ ഒരു നല്ല നിയത്തോടെ, മനസ്സിൽ നല്ല നിയത്തോടെ കൊടുക്കുന്നത് എന്തും അവ സ്വീകരിക്കലേ. അല്ലതി യുഖരിദുല്ലാഹ ഖർളൻ ഹസന ഫയുളായിഫഹു ലഹു അളാഫൻ കസീറ അല്ലാഹു യഖ്ബിലു വയബ്സുതു വഇലൈഹി തുർജഊൻ. സൂറത്തുൽ ബഖറയിൽ തന്നെയുള്ള ആയത്തല്ലേ. എന്തൊരു ആയത്താണ്. അള്ളാഹ് പറയുന്നത്, ആരുണ്ട് എനിക്കൊരു കടം തരാന്ന് നമ്മൾ ചോദിച്ചിട്ടില്ലേ. ഇൻഷാ അല്ലാഹ്
നമുക്ക് ആ ഒരു കടം കൊടുക്കാൻ കഴിയണ്ടേ? എന്താ കടം? അള്ളാഹ്ക്ക് നമ്മള് കടം വേണോ? നമ്മള് പണം വേണോ? വേണ്ടല്ലേ? പക്ഷെ അള്ളാഹ് എന്തിനാ അത് ചോദിച്ചത്? നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല മനസ്സോട് കൊടുക്കുന്ന എന്തും അത് അള്ളാഹ്ക്ക് കൊടുക്കുന്ന കടാന്ന്. അള്ളാഹ് നാളെ നമുക്ക് തിരിച്ചു തരുന്ന പറഞ്ഞത്. എങ്ങനെ? ഇരട്ടിയാക്കിയിട്ട്, അള്ളാഹു കസീർ, ഇരട്ടിയാക്കിയിട്ടും ധാരാളമായിട്ട് തിരിച്ചു തരുന്നതാണ്. പിന്നെ എന്തിനാ നമുക്ക് പേടിക്കേണ്ടത്? പിന്നെ എന്തിനാ പിശുക്ക് കാണിക്കുന്നത്? ഈ ഒരു നമ്മൾ പറഞ്ഞില്ലേ, അത് കൊടുത്തൂടെ? നമുക്ക് ഇരട്ടിയാക്കി തരുമല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് തരട്ടെ. ആ ഒരു മനസ്സുള്ള തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് ദുആ ചെയ്യണം, പ്രവർത്തിക്കണം. എങ്കിലേ മുന്നോട്ട് പോകുന്നോറും നമ്മൾ ആ ഒരു മുത്തഖീന്റെ ക്വാളിറ്റിയിൽ ഉൾപ്പെടുകയുള്ളൂ. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോഫീക്ക് തരട്ടെ. ആ ഒരു മുത്തഖീന്റെ ക്വാളിറ്റിയിൽ നമ്മളെല്ലാവരും അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. آمين يا رب العالمين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وارزقنا وارزقنا علما نافعا. അള്ളാഹ് റഹ്മാനായ റബ്ബെ, റഹീമായ റബ്ബെ, റമളാനിൽ നമ്മൾ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് റബ്ബെ. രാത്രി നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് റബ്ബെ. സദഖകള്, സക്കാത്തുകള് അല്ലെ, ഒരുപാട് ഒരുപാട് നമ്മൾ നന്മ ചെയ്തിട്ടുണ്ട് റബ്ബെ. അതെല്ലാം നമ്മളിൽ നിന്ന് സാലിഹായ അമലായി സ്വീകരിക്കണേ അള്ളാഹ്. ഗഫാറായ റബ്ബേ, തൗവാബായ അള്ളാഹ്, ഞങ്ങളിൽ നിന്ന് അറിഞ്ഞോ അറിയാതെ രഹസ്യമായ പരസ്യമായ ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും കുറ്റങ്ങളും തെറ്റുകളുമെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റബ്ബേ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് റബ്ബേ. അവരുടെ എല്ലാ രോഗത്തിന് നീ പരിപൂർണ ശിഫ കൊടുക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റബ്ബേ, മർഹമത്ത് കൊടുക്കണേ റബ്ബേ. അള്ളാഹ് നിന്റെ ആ കാരുണ്യം നീ അവർക്കും ഞങ്ങൾക്കും തരണേ റബ്ബേ. അള്ളാഹ് നിന്റെ കാരുണ്യം ഇല്ലെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്നു റബ്ബേ, വിഷമിച്ചു പോകും റബ്ബെ. നിന്റെ കാരുണ്യമില്ലെങ്കിൽ സ്വർഗത്തിൽ പോലും പ്രവേശിക്കാൻ കഴിയില്ല റബ്ബെ. നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തിട്ട് കാര്യമില്ല അല്ലാ. നിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ റബ്ബെ. അതുകൊണ്ട് റബ്ബെ, നിന്റെ ആ കാരുണ്യം ഞങ്ങൾക്ക് തരണേ നാഥ, നീ തരണേ നാഥ. ഖബർ നീ വിശാലമായി കൊടുക്കണേ റബ്ബെ. ഒരുപാട് പേരുണ്ട് റബ്ബെ മരിച്ചു പോയവർ റബ്ബെ. അവരുടെ എല്ലാം ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബെ. ഖബർ തന്നെ നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണേ റബ്ബെ. സിറാത്ത് പാലത്തിൽ മിന്നൽ വേഗത്തിൽ വിട്ടുകിടക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ല. മീസാനിൽ നന്മയും തിന്മയും തൂക്കുമ്പോൾ റബ്ബെ, നീ ആ ഒരു വേളയിൽ ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ, വിഷമത്തിലാക്കല്ലേ. ഞങ്ങളുടെ നന്മ ഞങ്ങളെ അത്ഭുതപ്പെടുത്തുമാറ് നീ ഒരുപാട് 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 വർദ്ധിപ്പിച്ചു തരണേ റബ്ബെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله تعالى على خير خلق سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.